ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 1ാം ക്ലാസ്സിലെ സൺഡേ കേറ്റീസം ആനുവൽ എക്സാമിനേഷൻ 2015 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ സെക്ഷൻ പേര് പറയുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മറിയത്തിൻ്റെ അടുക്കൽ വന്ന മാലാഖയുടെ പേര്. ഉത്തരം ഗബ്രിയേൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദൈവത്തിൻ്റെ പ്രിയപുത്രൻ ആരാണ്? ഉത്തരം ഈശോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഏതാണ്? ഉത്തരം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. നാലാമത്തെ ക്വസ്റ്റ്യൻ, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും മാതൃക നൽകിയത് ആരാണ്? ഉത്തരം ഈശോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദൈവം വസിക്കുന്ന ഭവനം. ഉത്തരം സ്വർഗം, അതുപോലെ തന്നെ ദേവാലയം. ഈ 5 ക്വസ്റ്റ്യന് ഓരോ മാർക്ക് വീതം 5 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. അടുത്ത സെക്ഷൻ പൂരിപ്പിക്കുക. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയുടെ അമ്മയായ മറിയത്തെ നാം ഡാഷ് എന്ന് വിളിക്കുന്നു. ഉത്തരം മാതാവ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദൈവത്തിൻ്റെ ആത്മാവാണ് ഡാഷ്. ഉത്തരം പരിശുദ്ധാത്മാവ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, മാമോദീസായിലൂടെ നാമും ഡാഷായി തീരുന്നു. ഉത്തരം ദൈവമക്കൾ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് നമ്മെ സൃഷ്ടിച്ചു. ഉത്തരം ദൈവം. പത്താമത്തെ ക്വസ്റ്റ്യൻ, സ്നേഹിതനു വേണ്ടി ഡാഷ് ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ഉത്തരം ജീവൻ. ഈ 5 ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം 5 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി മൂന്നാമത്തെ സെക്ഷൻ നോക്കാം. ചേരുംപടി ചേർക്കുക. 11ാമത്തെ, ബാലനായ ഈശോ. ബാലനായ ഈശോ, അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് മാതാപിതാക്കളെ അനുസരിച്ചു എന്നാണ്. 12ാമത്തത്, പ്രാവ്. പ്രാവിൻ്റെ ആൻസർ വരുന്നത് പരിശുദ്ധാത്മാവ്. പ്രാവിൻ്റെ രൂപത്തിൽ വന്നത് പരിശുദ്ധാത്മാവ്. 13ാമത്തെ, കൽക്കട്ട. 13ാമത്തെ ആൻസർ വരുന്നത് മദർ തെരേസ, പാവങ്ങളുടെ അമ്മ കൽക്കട്ടയിൽ. 14, ദൈവകൃപ നിറഞ്ഞവൾ. ദൈവകൃപ നിറഞ്ഞവൾ എന്ന് പറഞ്ഞത് മറിയത്തെയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ മറിയം. 15ാമത്തെ, ശിശുക്കളെ പോലെയുള്ളവർക്കാണ് ദൈവരാജ്യം എന്നാണ് പറയുന്നത്. അപ്പോൾ 15ാമത്തെ ആൻസർ ദൈവരാജ്യം. അപ്പോൾ ഒന്നും കൂടിയും പറയാം. 14, ബാലനായ ഈശോ മാതാപിതാക്കളെ അനുസരിച്ചു. 12, പ്രാവ് പരിശുദ്ധാത്മാവ്. 13, കൽക്കട്ട മദർ തെരേസ. 14, ദൈവകൃപ നിറഞ്ഞവൾ മറിയം. 15, ശിശുക്കൾ ദൈവരാജ്യം. ഇങ്ങനെ 5 ക്വസ്റ്റ്യനാണ്. ഈ 5 ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം 5 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 16ാമത്തെ ക്വസ്റ്റ്യൻ, ബൈബിളിൽ എത്ര സുവിശേഷങ്ങൾ ഉണ്ട്? ബ്രാക്കറ്റ് 4, 3, 2. ഉത്തരം 4. 17ാമത്തെ ക്വസ്റ്റ്യൻ, ബൈബിളിൽ ആകെ എത്ര പുസ്തകങ്ങളുണ്ട്? ബ്രാക്കറ്റ് 73, 72, 71. ഉത്തരം 73. 18ാമത്തെ ക്വസ്റ്റ്യൻ, പുതിയ നിയമത്തിൽ ആകെ എത്ര പുസ്തകങ്ങളുണ്ട്? ബ്രാക്കറ്റ് 27, 22, 20. ഉത്തരം 27. 19ാമത്തെ ക്വസ്റ്റ്യൻ, പഴയ നിയമത്തിൽ ആകെ എത്ര പുസ്തകങ്ങളുണ്ട്? ബ്രാക്കറ്റ് 46, 45, 44. ഉത്തരം 46. 20ാമത്തെ ക്വസ്റ്റ്യൻ, പുതിയ നിയമത്തിൽ എത്ര ലേഖനങ്ങളുണ്ട്? ബ്രാക്കറ്റ് 21, 20, 22. ഉത്തരം 21. ഇങ്ങനെ 5 ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം 10 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്ക് 5ാമത്തെ സെക്ഷൻ നോക്കാം. ഉത്തരം പറയുക. 21ാമത്തെ ക്വസ്റ്റ്യൻ, മറിയം മാലാഖയോട് പറഞ്ഞതെന്ത്? ഉത്തരം, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയുടെ അടുത്തേക്ക് വന്ന കുട്ടികളെ തടഞ്ഞ ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞതെന്ത്? ഉത്തരം, ഈശോ പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുത്തു വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെപ്പോലെയുള്ളവരുടേതാണ്.
23-ാമത്തെ ക്വസ്റ്റ്യൻ ത്രിത്വസ്തുതി ചൊല്ലുക. ഉത്തരം: പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. 24-ാമത്തെ ക്വസ്റ്റ്യൻ എപ്പോഴെല്ലാമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം: രാവിലെ എഴുന്നേൽക്കുമ്പോൾ, രാത്രി ഉറങ്ങുമ്പോൾ, പള്ളിയിൽ പോകുമ്പോൾ, ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ്, ഭക്ഷണം കഴിച്ചതിനു ശേഷം, സ്കൂളിൽ പോകുന്നതിന് മുൻപ്, എല്ലായ്പ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 25-ാമത്തെ ക്വസ്റ്റ്യൻ ഈശോ മാതാപിതാക്കളോടൊത്ത് ദേവാലയത്തിൽ പോയിരുന്നത് എന്തിന്? ഉത്തരം: ദൈവത്തെ സ്തുതിക്കാൻ, ദൈവവചനം കേൾക്കാൻ, തിരുനാളിൽ പങ്കുചേരാൻ. അങ്ങനെ ഈ 5 ക്വസ്റ്റ്യനും കൂടി 15 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അടുത്തത് 6-ാമത്തെ സെക്ഷൻ നോക്കാം. പ്രാർത്ഥന ചൊല്ലുക. 26-ാമത്തെ ക്വസ്റ്റ്യൻ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലുക. ഉത്തരം: ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്നു വേണ്ട ആഹാരം ഇന്നു ഞങ്ങൾക്കു തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നു ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ഈ ഒരു ക്വസ്റ്റ്യന് 10 മാർക്കാണ്. അങ്ങനെ മൊത്തം 50-ലാണ് എക്സാം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബായ്.